നമസ്കാരം, ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നോക്കാം. കണ്ണൂരിൽ ആദിവാസി ദമ്പതികളെ കാട്ടാന ചവിട്ടിക്കൊന്നു. ആക്രമണം ആറളം ഫാമിൽ. മരിച്ചത് കശുവണ്ടി ശേഖരിക്കാൻ പോയവർ. ജനരോഷം ഉയരുന്നു. കോഴിക്കോട് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് യുവതി മരിച്ചത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ. ജീവൻ നഷ്ടമായത് ചെങ്ങോട്ടുകാവ് സ്വദേശിനിക്ക്. ചാമ്പ്യൻസ് ട്രോഫിയിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് 242 റൺസ് വിജയലക്ഷ്യം. രോഹിത് ശർമ്മ പുറത്ത്. കരുതലോടെ ബാറ്റ് വീശി ഗില്ലും കോഹ്ലിയും. സെമി ബർത്ത് ഉറപ്പിക്കാൻ ടീം ഇന്ത്യ. തോറ്റാൽ ടൂർണമെന്റിൽ നിന്ന് പാകിസ്ഥാൻ പുറത്ത്. ശശി തരൂർ വെടിനിർത്തലിനില്ല. KPCCക്ക് നേതൃദാരിദ്ര്യമെന്ന് പരിഹാസം. തന്നെ വേണ്ടെങ്കിൽ വേറെ വഴിയുണ്ടെന്ന് മുന്നറിയിപ്പ്. അതിര് വിടരുതെന്ന് കെ സുധാകരൻ. ചില രാജദാസന്മാർ ഇറങ്ങിയിട്ടുണ്ടെന്ന് KC വേണുഗോപാൽ. തെലങ്കാനയിൽ ടണൽ രക്ഷാദൌത്യം തുടരുന്നു. കുടുങ്ങിയവർക്കരികിൽ എത്താനാകാതെ രക്ഷാപ്രവർത്തകർ. തടസ്സമായി മണ്ണും ചെളിയും. വെള്ളം പമ്പ് ചെയ്ത് കളയാനുള്ള ശ്രമം പുരോഗമിക്കുന്നു. എല്ലാ സഹായവും ഉറപ്പുവരുത്തുമെന്ന് പ്രധാനമന്ത്രി. വിശദമായി കടക്കുകയാണ്. സംസ്ഥാനത്ത് വീണ്ടും കാട്ടാന ആക്രമണം. ആദിവാസി ദമ്പതികളെയാണ് കാട്ടാന ചവിട്ടിക്കൊന്നത്. കണ്ണൂർ ആറളം ഫാമിലാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. 13-ാം ബ്ലോക്കിലെ വെള്ളി, ഭാര്യ ലീല എന്നിവരാണ് കൊല്ലപ്പെട്ടത്. കശുവണ്ടി ശേഖരിക്കുന്നതിനിടെയാണ് ദമ്പതികൾക്ക് നേരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. വിവരങ്ങളുമായി TG സജിത്ത് നമുക്കൊപ്പം ചേരുകയാണ്. സജിത്ത്, വീണ്ടും സമാനമായ രീതിയിൽ ഒരു കാട്ടാന ആക്രമണത്തിന്റെ വാർത്ത കൂടി റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടി വന്നിരിക്കുകയാണ്. ഇതിപ്പോൾ ദമ്പതികളെയാണ് ചവിട്ടിക്കൊന്നിരിക്കുന്നത്. വിശദാംശങ്ങൾ. ആര്യ സൂചിപ്പിച്ചതുപോലെ വീണ്ടും ഒരു ദുരന്ത വാർത്തയാണ് ഉണ്ടാവുന്നത്. ഇന്ന് വൈകിട്ടോടുകൂടിയാണ് സംഭവം ഉണ്ടാവുന്നത്. കണ്ണൂർ ആറളം ഫാമിലാണ് ആദിവാസി ദമ്പതികളെ കാട്ടാന ചവിട്ടിക്കൊന്നത്. ആറളം സ്വദേശികളായ വെള്ളി, ഭാര്യ ലീല എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ആറളം ഫാം ബ്ലോക്ക് നമ്പർ 13-ൽ താമസിക്കുന്നവരാണ്. അവിടെ ഈ കശുവണ്ടി ശേഖരിക്കാൻ പോകുന്നതിനിടെയാണ് ഇവരെ കാട്ടാന ആക്രമിച്ചതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇതിനകം തന്നെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ തന്നെ എത്ര കണ്ട് ഭീകരമാണ് ആ കാട്ടാനയുടെ ആക്രമണത്തെ തുടർന്നുണ്ടായതെന്ന് വ്യക്തമാണ്. മൃതദേഹം നാട്ടുകാർ അവിടെ നിന്നും കണ്ടെത്തുകയാണ് ചെയ്തത്. അവിടെ വലിയ പ്രതിഷേധം, പ്രദേശവാസികളുടെ പ്രതിഷേധം കൂടി ഉയരുന്നുണ്ട്. കാരണം സ്ഥിരമായി കാട്ടാന ശല്യം ഉണ്ടാകുന്ന മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഇടപെടാൻ സർക്കാരിന് കഴിയുന്നില്ല, വനം വകുപ്പിന് കഴിയുന്നില്ല എന്ന വലിയ പ്രതിഷേധമാണ് ഉണ്ടാകുന്നത്. ഈ മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ആംബുലൻസ് എത്തിയെങ്കിലും പ്രദേശവാസികൾ തടഞ്ഞു. പേരാവൂർ MLA അടക്കമുള്ളവർ സ്ഥലത്തെത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ ആളുകളെ അവിടെ സ്ഥിതി നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിനിടയിൽ വനം വകുപ്പിൻ്റെ കൂടി ഒരു പത്രക്കുറിപ്പ് പുറത്തു വന്നിട്ടുണ്ട്. ഇതിൽ വ്യക്തമാക്കുന്ന കാര്യം, ഈ ആറളം മേഖലയിലെ കാട്ടാന ശല്യം ഇല്ലാതാക്കാൻ വകുപ്പുകളുടെ ഏകോപന പ്രവർത്തനത്തിന് കർശന നിർദ്ദേശം നൽകിയെന്നാണ് വനം മന്ത്രിയുടെ ഓഫീസ് ഇപ്പോൾ നൽകുന്ന വിശദീകരണം. കാരണം നേരത്തെയും അവിടെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ ഈ ചൂട് രൂക്ഷമായതുകൊണ്ടാണ് കാട്ടാന കാടിനുള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അതുകൊണ്ടുകൂടി തന്നെ ഇക്കാര്യത്തിൽ കൂടുതൽ പരിശോധന ഉണ്ടാവും, വേണ്ടത്ര ഇടപെടൽ ഉണ്ടാകുമെന്ന ഉറപ്പാണിപ്പോൾ വനം മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഒപ്പം തന്നെ ഈ ആറളം ഫാമിൽ നേരത്തെ തന്നെ പല സംഭവങ്ങൾ ഈ കാട്ടാന ആക്രമണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആദിവാസികളെ ആക്രമിക്കുന്ന സംഭവങ്ങൾ മുമ്പും ഉണ്ടായിട്ടുള്ളതാണ്. അവിടെ ഈ കാട്ടാനകളടക്കം വന്യമൃഗശല്യം ഇല്ലാതാക്കുന്നതിന് വേണ്ടി ചില പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടിരുന്നു. പക്ഷേ അതൊന്നും വേഗത്തിൽ മുന്നോട്ട് പോയിട്ടില്ല. ഇന്ന് ഈ സംഭവം ഉണ്ടായതോടുകൂടി നാട്ടുകാർ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുകൂടിയാണ് വലിയ പ്രതിഷേധം ഉയർത്തുന്നത്. ആനയ്ക്ക് വരാതിരിക്കാൻ ആന മതിൽ നിർമ്മാണം, ഇതൊക്കെ നേരത്തെ നടന്നു വരുന്ന പ്രവർത്തനമാണ്. പക്ഷേ അതൊന്നും നടന്നിട്ടില്ല. എന്തായാലും ഇന്ന് ഈ സംഭവം ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ അത്തരം പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുമെന്ന ഉറപ്പാണ് വനമന്ത്രി നൽകുന്നത്. എന്തായാലും വലിയ പ്രതിഷേധമാണ് അവിടെ ഉണ്ടാവുന്നത്. പ്രദേശവാസികൾ സംഘടിച്ച് മൃതദേഹം പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്ന രീതിയിൽ വലിയ പ്രതിഷേധമാണ് ഉണ്ടാവുന്നത്. അവിടെ ജനപ്രതിനിധികളടക്കം ഇടപെട്ട്
ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമാക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. എന്തായാലും ദാരുണമായൊരു സംഭവമാണ് വൈകിട്ടോടുകൂടി ആറളത്ത് നിന്നും ഉണ്ടാവുന്നത്. ആദിവാസി ദമ്പതികളെയാണ് കാട്ടാന ചവിട്ടിക്കൊന്നത്. സജിത, തീർച്ചയായും ഇത്തരത്തിലൊരു സംഭവം അല്ലെങ്കിൽ ഒരു ആക്രമണമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് തിടുക്കപ്പെട്ടുള്ള യോഗങ്ങൾ ചേരുന്നു, പലവിധ നടപടികളിലേക്ക് കടക്കുന്നു എന്നുള്ള വാഗ്ദാനങ്ങളൊക്കെ നൽകുമെങ്കിൽ പോലും പലപ്പോഴും നമ്മൾ സംസ്ഥാനത്തൊട്ടാകെ എല്ലാ മേഖലയിലും കാണുന്നത് അതൊക്കെ പാതി വഴിയിൽ നിന്നു പോകുന്ന കാഴ്ചകളാണ്. ഇവിടെ ഇപ്പോൾ സ്ഥിരമായി കാട്ടാന ആക്രമണം, കാട്ടാന ശല്യമൊക്കെ ഉള്ള മേഖലയാണ് എന്ന് പറയുമ്പോൾ ഇതിനു മുമ്പും പല കുറി അവർ പരാതിപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ നടപടികൾ ആരംഭിച്ചു, പക്ഷേ ഫലപ്രദമായി അത് പൂർത്തീകരിക്കാൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഫലമായി ജീവൻ നഷ്ടമായത് ദമ്പതികൾക്കാണ് എന്നുള്ളതാണ്. ഈ ജനരോഷം സ്വാഭാവികമായും അവിടെ ഉയരും. പ്രതിഷേധം ഇപ്പോഴും ശക്തമായി തന്നെ തുടരുകയാണോ? ഇപ്പോൾ എന്താണ് ഈ പ്രതിഷേധക്കാരുടെ പ്രാഥമികമായ ആവശ്യം? ഈ ആവശ്യം പരിഗണിച്ചാൽ മാത്രമേ ഞങ്ങൾ ഈ മൃതദേഹം ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ അനുവദിക്കുകയുള്ളൂ എന്ന തരത്തിൽ ഏതാവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്? അതുമായി ബന്ധപ്പെട്ടിട്ട് ജനപ്രതിനിധികളും അവിടെ എത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥരും ഒക്കെ പറയുന്ന കാര്യങ്ങൾ അതെങ്ങനെയാണ്? ആര്യ, നമ്മൾ കണ്ടതാണ്, ആര്യ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനം മുമ്പെങ്ങും ഇല്ലാത്ത തരത്തിലുള്ള വന്യമൃഗശല്യം അനുഭവപ്പെടുന്നു എന്നതാണ് സാഹചര്യം. ഈ വനാതിർത്തി മേഖലകളിലെല്ലാം ഈ ഇത്തരം പ്രതിസന്ധികൾ നിലനിൽക്കുകയാണ്. കണ്ണൂർ മാത്രമല്ല, സംസ്ഥാനത്ത് വനമേഖലകളുള്ള എല്ലായിടത്തും സമാനമായ സാഹചര്യം ഉണ്ടാകുന്നു എന്നതാണ് സാഹചര്യം. എന്തായാലും അതിരൂക്ഷമായ പ്രതിസന്ധി എന്നതാണ് സാഹചര്യം. ഇപ്പോൾ അവിടുത്തെ പ്രതിഷേധം ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോഴും അവിടെ. സജിത്ത്, ഞാൻ മടങ്ങി വരാം. ഇപ്പോൾ ആറളം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാജേഷ് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ രാജേഷ്, കാട്ടാന ശല്യം, വന്യമൃഗശല്യമൊക്കെ അതിരൂക്ഷമായി ഉള്ള ഒരു മേഖലയിലാണ് ഈ ആക്രമണം നടന്നിട്ടുള്ളത്. അതിദാരുണമായ ഒരു സംഭവം. അവിടെ ഇപ്പോഴും പ്രതിഷേധം ശക്തമാവുകയല്ലേ? ഇതിനു മുമ്പ് അവിടുത്തെ ജനങ്ങൾ പരാതിപ്പെട്ടപ്പോഴൊക്കെ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ താങ്കളുടെ അടക്കം ഭാഗത്ത് നിന്ന് ഈ കാട്ടാന ആക്രമണം അല്ലെങ്കിൽ വന്യമൃഗശല്യമൊക്കെ പരിഹരിക്കുവാൻ വേണ്ടി, ലഘൂകരിക്കുവാൻ വേണ്ടി ഏതൊക്കെ തരത്തിൽ അവിടെ നടപടികൾ നടന്നു വന്നിരുന്നു? യെസ്, അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ ബന്ധം നഷ്ടമായിരിക്കുകയാണ്. അദ്ദേഹത്തിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. TG സജിത്ത് തുടരുന്നുണ്ട്. സജിത്ത്, തുടർന്നോളൂ. ഇപ്പോഴത്തെ അവിടുത്തെ സാഹചര്യം. വലിയ പ്രതിഷേധമാണ് ആര്യ ഇപ്പോഴും അവിടെ നിൽക്കുന്നത്. ഈ മൃതദേഹം പുറത്തോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്നതാണ് സ്വാഭാവികമായ പ്രതിഷേധമാണ്. നമുക്കറിയാം, മുമ്പും ഇങ്ങനെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നാട്ടുകാരിൽ നിന്ന് പ്രതിഷേധമുണ്ടാകുന്നത് സ്വാഭാവികമാണ്. എന്തായാലും സംഭവം ഉണ്ടായതിന് തൊട്ട് പിന്നാലെ തന്നെ വനം മന്ത്രിയുടെ ഓഫീസിൻ്റെ ഒരു ഇടപെടൽ കൂടി ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുമെന്ന ഉറപ്പാണിപ്പോൾ വനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഉണ്ടാകുന്നത്. കുടുംബത്തിന് മതിയായ നഷ്ടപരിഹാരം നൽകും. ഒപ്പം തന്നെ ആറളത്തെ കാട്ടാന ആക്രമണം, ആ ശല്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തും എന്ന ഉറപ്പുകൂടി ഉണ്ടാകുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം, ഈ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം ഉണ്ടാകുന്ന സ്വാഭാവിക പ്രതികരണത്തിനപ്പുറത്തേക്ക് ഇക്കാര്യത്തിൽ സർക്കാർ അല്ലെങ്കിൽ വനം വകുപ്പിൻ്റെ നടപടികൾ ചോദ്യം ചെയ്യപ്പെടുകയാണ്. കാരണം തുടർച്ചയായി വന്യമൃഗശല്യം ഉണ്ടാകുന്ന മേഖലയാണ്. അവിടെ എന്ത് നടപടികൾ കൊണ്ടുപോയി, എന്തുകൊണ്ടാണ് ഇതുവരെയും അവിടുത്തെ പ്രവർത്തനങ്ങൾ അത് വേണ്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തത് തുടങ്ങിയ വിഷയങ്ങൾ സ്വാഭാവികമായും ചർച്ച ചെയ്യും. മരണപ്പെട്ടവരുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുമെന്ന് മന്ത്രിയുടെ ഓഫീസ് അറിയിക്കുന്നു. പക്ഷേ ഇതിനപ്പുറത്തേക്ക് ആ പ്രദേശവാസികൾ ഉന്നയിക്കുന്ന പ്രതിസന്ധികൾ നിരവധിയാണ്. കാരണം വനമേഖലയിൽ താമസിക്കുന്ന ആളുകളാണ്, വനത്തോട് ചേർന്ന പ്രദേശത്ത് താമസിക്കുന്ന ആളുകളാണ്. ആറളം ഫാം, കശുവണ്ടി തോട്ടങ്ങൾ നിരവധിയുള്ള ഇടമാണ്. അവിടെ സ്വാഭാവികമായും ജോലിക്കും മറ്റാവശ്യങ്ങൾക്കും വേണ്ടിയും ഈ മേഖലകളിലൊക്കെ പോകുന്ന ആദിവാസികളും സാധാരണ ജനങ്ങളുമൊക്കെ തമ്പെടുക്കുന്ന പ്ലാന്റേഷൻ മേഖലയാണ്. അവിടെ ഈ വന്യമൃഗശല്യം നേരത്തെ തന്നെ ഉള്ളതാണ്. ഏറ്റവും ഒടുവിൽ ഈ കശുവണ്ടി ശേഖരിക്കുന്നതിന് പോയ ആദിവാസി കുടുംബത്തിനാണ് കാട്ടാനയുടെ ആക്രമണം നേരിടേണ്ടി വരികയും ദാരുണമായ മരണം സംഭവിക്കുകയും ചെയ്തത്. ഇവരെ കാണാതെ വന്നപ്പോൾ അന്വേഷിച്ചെത്തിയ നാട്ടുകാരാണ് മൃതദേഹം കണ്ടെത്തി കാട്ടാനയുടെ ആക്രമണം നടന്ന കാര്യം സ്ഥിരീകരിക്കുന്നത്. എന്തായാലും ദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ പ്രദേശത്ത് കാട്ടാന ശല്യം ഇല്ലാതാക്കാൻ വലിയ ഇടപെടലുണ്ടാകുമെന്ന് ഉറപ്പാണിപ്പോൾ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. പക്ഷേ വലിയ പ്രതിഷേധമാണ്. സംസ്ഥാനത്ത് ഇതുവരെ ഈ കാട്ടാന ശല്യം മൂലം കൊല്ലപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ് എന്നതാണ് സാഹചര്യം. ഇതുവരെ സംസ്ഥാനത്ത് 21 പേരാണ് ഈ 9 വർഷത്തിനിടെ സംസ്ഥാനത്ത് കൊല്ലപ്പെട്ടത് വന്യജീവി ആക്രമണം മൂലം. കണ്ണൂരിൽ എന്ന ഒരു ചിത്രം കൂടി പുറത്തു വരുന്നു, അങ്ങനെ ഒരു കണക്ക് കൂടി പുറത്തു വരുന്നുണ്ട്. അപ്പോൾ എത്ര കണ്ട് രൂക്ഷമായ സാഹചര്യമാണ്. നമ്മൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്തതാണ് ഇടുക്കിയുടെ വിവിധ മേഖലകളിൽ നിന്ന് കോഴിക്കോട് ജില്ലയുടെ, വയനാട് ജില്ലയുടെ കാട്ടാന ആക്രമണം ഉണ്ടാകുന്നു, അതിൽ ജീവൻ നഷ്ടമാകുന്നവരുടെ എണ്ണം കൂടുന്നു എന്നുള്ളതാണ് ഏറെ ആശങ്കാജനകമായ
കാര്യം. ഇപ്പോൾ ആറളം ഫാമിലാണ് ദമ്പതികളെ കാട്ടാന ചവിട്ടിക്കൊന്നിരിക്കുന്നത്. എന്തായാലും വനം വകുപ്പ് ഈ വിഷയത്തിൽ ഒരു വിശദീകരണം നൽകിയിട്ടുണ്ട്. ഇനി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനും വന്യമൃഗ ശല്യം അവിടെ ലഘൂകരിക്കാനുമുള്ള നടപടികളിലേക്ക് അതിവേഗം കടക്കുമെന്നുള്ളതാണ് വനം വകുപ്പ് ഏറ്റവും ഒടുവിലായി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. ഈ മരിച്ച ദമ്പതികളുടെ കുടുംബത്തിന് വേണ്ട നഷ്ടപരിഹാരം നൽകും എന്നുള്ളതും പറയുന്നു. എന്തായാലും ജനരോഷം അവിടെ ആളിക്കത്തുകയാണ്. ഇവരുടെ ഈ വിഷയത്തിൽ, ഈ കാട്ടാന ശല്യം അടക്കമുള്ള വിഷയത്തിൽ ശാശ്വത പരിഹാരം കാണാതെ, അതിനുള്ള നടപടികളിലേക്ക് കടക്കാതെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായും തുടർ നടപടികൾക്കായും വിട്ടു നൽകില്ല എന്നുള്ളതാണ് അവിടുത്തെ നാട്ടുകാർ ഇപ്പോൾ പറയുന്നത്. നിലമ്പൂരിൽ കാട്ടാനയുടെ മുന്നിൽ അകപ്പെട്ട ആദിവാസി യുവതിക്ക് രക്ഷപ്പെട്ട് ഓടുന്നതിനിടെ വീണു പരിക്കേറ്റു. പോത്തുകൽ അപ്പൻകാവ് നഗറിലെ മൂപ്പൻ കൃഷ്ണൻകുട്ടിയുടെ ഭാര്യ രമണിക്കാണ് പരിക്കേറ്റത്. ഇവരെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുലർച്ചെ 2 മണിയോടെയാണ് സംഭവം. പേരക്കുട്ടിയെ ആശുപത്രിയിൽ കാണിച്ച് മടങ്ങി വരുന്നതിനിടെയാണ് അപ്പൻകാവ് നഗറിന് സമീപമുള്ള വനം ഔട്ട്ലെറ്റ് പോസ്റ്റിന് മുന്നിൽ വെച്ച് ഇവർ മോഴയാനയുടെ മുന്നിൽ അകപ്പെട്ടത്. മറ്റൊരു വാർത്തയിലേക്ക്. കോഴിക്കോട് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് യുവതി മരിച്ചു. ചെങ്ങോട്ടുകാവ് കൂഞ്ഞിലാരി സ്വദേശിയായ 39-കാരിയാണ് മരിച്ചത്. 1 മാസത്തോളമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി ICUയിൽ ചികിത്സയിലായിരുന്നു. MS അനീഷ് കുമാർ കൂടുതൽ വിവരങ്ങൾ നൽകും. അനീഷ്, ഒരു ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം മൂലം മരിച്ച ഒരു വാർത്ത വരികയാണ്. വിശദാംശങ്ങൾ. ചെങ്ങോട്ടുകാവ് സ്വദേശിനിയായ യുവതിയെ 1 മാസം മുമ്പാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ജ്വരത്തിന്റെ ലക്ഷണങ്ങൾ, അതായത് മസ്തിഷ്ക ജ്വരത്തിന്റെ ലക്ഷണങ്ങളാണ് ആദ്യം പ്രകടമാക്കിയത്. ഇതിനുള്ള ചികിത്സകൾ നൽകുകയും ചെയ്തു. പിന്നീടാണ് വിശദമായ പരിശോധനകൾ നടത്തിയപ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരമാണ് എന്ന് കണ്ടെത്തിയത്. ഇതേ തുടർന്ന് സിസ്റ്റം ഓഫ് പ്രൊസീഡിംഗ്സ് അനുസരിച്ച് പിന്നീട് മറ്റു ചികിത്സകൾ നൽകുകയും വിദേശത്ത് നിന്നെത്തിച്ച മരുന്നടക്കം നൽകി ചികിത്സ നടത്തുകയും ചെയ്തു. എന്നാൽ രോഗം മൂർച്ഛിക്കുകയും മരിക്കുകയുമായിരുന്നു. ഇവരുടെ സംസ്കാര ചടങ്ങുകൾ കഴിയുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും എവിടെ നിന്നാണ് ഈ രോഗം ബാധിച്ചത് എന്നതിനെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. അസാധാരണമായ അല്ലെങ്കിൽ അസ്വാഭാവികമായ സ്ഥലങ്ങളിലൊന്നും അവർ പോയിരുന്നില്ല. ഒപ്പം അവർ ഉപയോഗിച്ചിരുന്ന കുളങ്ങളും കിണറും ഒക്കെ പരിശോധന നടത്തിയെങ്കിലും അവിടെയെങ്ങും ഇത്തരത്തിലുള്ള രോഗലക്ഷണത്തിന് കാര്യമായ അമീബയുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഈ വീടിന്റെ അടുത്തുള്ളവരെയും കുടുംബാംഗങ്ങളെയും ഒക്കെ 1 മാസമായി നിരീക്ഷിച്ചു വരികയാണ്. ഇവർക്ക് ആർക്കും രോഗലക്ഷണങ്ങൾ പ്രകടവുമല്ല. എന്തായാലും എവിടെ നിന്നാണ് രോഗം കണ്ടെത്തിയതെന്ന് അറിയാനുള്ള പരിശോധനകൾ ഇപ്പോഴും തുടരുകയാണ്. തീർച്ചയായും MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 1 മരണം കൂടി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ആശാവർക്കർമാരുടെ സമരം രാഷ്ട്രീയ പ്രേരിതമെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നവർക്കുള്ള മറുപടിയാണ് ഏറിവരുന്ന പിന്തുണയെന്ന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ. ആരോഗ്യമന്ത്രി സമരം ഒത്തുതീർപ്പാക്കാൻ ഇനിയും ചർച്ചയ്ക്ക് വിളിക്കുമോ എന്ന കാര്യത്തിൽ അറിയിപ്പുകളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. CITU സമരക്കാർക്കെതിരായ നിലപാട് തുടരുന്നത് ദൗർഭാഗ്യകരമാണെന്നും സമരസമിതി നേതാക്കൾ ന്യൂസ് 18നോട് പ്രതികരിച്ചു. സെക്രട്ടേറിയറ്റ് നടയിൽ ആശാ വർക്കർമാർ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തുന്ന സമരം ഇന്ന് 14ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മുടെ തുടക്കം മുതൽ തന്നെ ഈ സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്നൊക്കെ പറഞ്ഞ് ചില കള്ളപ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. മറിച്ച് സംഘടനയാണ് സമരം നടത്തുന്നത്. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ എല്ലാ ആളുകളും നമ്മളെ പിന്തുണയ്ക്കുന്നു. ഇന്നലെ BJPയുടെ അവരുടെ മുൻ കേന്ദ്രമന്ത്രിയൊക്കെ ആയിരുന്നിട്ടുള്ള V മുരളീധരൻ വന്നു. അപ്പോൾ എല്ലാ വിഭാഗം ജനങ്ങളും നമ്മളെ പിന്തുണയ്ക്കുന്നുണ്ട്. ചർച്ച് കൗൺസിലിൻ്റെ സെക്രട്ടറി വന്നിട്ട് പറഞ്ഞത് ബിഷപ്പുമാരുൾപ്പെടെ ഇവിടെ വന്ന് നമ്മളോടൊപ്പം സമരം ചെയ്യാനിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സമരം വയ്ക്കുന്ന ഡിമാൻഡ് ചർച്ച ചെയ്യാതെ, അതിൻ്റെ ന്യായയുക്തത ചർച്ച ചെയ്യാതെ, ഇത് സമരത്തെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്നത്. നിങ്ങളുടെ ജീവനക്കാർക്കിടയിൽ തന്നെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെട്ടവർ ഉണ്ടായിരിക്കുമല്ലോ. അവിടെ CITU ഉൾപ്പെടെയുള്ള സംഘടനയുടെ നിലപാട് എന്താണ്? അവർ എന്തെങ്കിലും ചർച്ചയ്ക്ക് നിങ്ങൾക്ക് പിന്തുണയായിട്ട് വരുമോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? നമ്മൾ കാണുന്നത് അവർ സമരത്തിനെതിരായിട്ട് നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇന്നലെ ചാനൽ ചർച്ചയിൽ നമ്മൾ പലപ്പോഴും പോകുന്നത് ഇവിടെ CITU ആണ് ഈ മേഖലയിലെ ഏറ്റവും വലിയ യൂണിയൻ. അപ്പോൾ ഇവർ വിചാരിച്ചാൽ വല്ലതും നടക്കുമെന്ന്. അതാണ് അവരുടെ മനോഭാവം. ആശമാർ വന്നിരിക്കുകയാണ് പിന്നെ ജീവൽ പ്രധാനങ്ങളായ ഡിമാൻഡുകൾ നേടിയെടുക്കാൻ. അപ്പോൾ അവരും കൂടെ സമരത്തോടൊപ്പം ചേരുകയല്ലേ വേണ്ടുന്നത്. അപ്പോൾ ഒരു കാര്യം കൂടി, അതായത് ആരോഗ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇനിയും ഒരു ചർച്ചയ്ക്കുള്ള അവസരമുണ്ടായാൽ നിങ്ങളൊരു ഒത്തുതീർപ്പിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമോ? അല്ല, അത് ചർച്ച ചെയ്യുന്നതനുസരിച്ചല്ലേ എത്രത്തോളം വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റും, വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റുമോ, പറ്റുന്ന കാര്യങ്ങളാണോ പറയുന്നതൊക്കെ ചർച്ച വരുമ്പോഴല്ലേ അറിയാൻ പറ്റും. നമുക്ക് സമരം വിജയിപ്പിച്ച് അല്ലെ ഈ ഡിമാൻഡുകൾ നേടിയെടുത്തേ പോകാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഇത്രയധികം ആളുകൾ ഇവിടെ താമസിക്കുന്നു, ഇവിടെ ഇരുന്ന് 3 നേരം ഭക്ഷണം കൊടുക്കണം.
അങ്ങനെ ഇതിന്റെ ഒരു സാമ്പത്തികമായ കാര്യങ്ങൾ കൂടി. നമ്മുടെ സമൂഹം നന്മ പറ്റിയിട്ടുള്ള സമൂഹമൊന്നുമല്ല. ഇന്ന് രാവിലെ കാരിത്താസ് ഹോസ്പിറ്റലിലെ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ബോബൻ തോമസ് ഇവിടെ വന്നു. അദ്ദേഹത്തിന്റെ മകളുടെ ബർത്ത്ഡേ ആണ്. അദ്ദേഹം കൊണ്ടുവന്ന് ഞങ്ങൾക്ക് 5000 രൂപ സംഭാവന തന്നിട്ട് പോയി. 2 ആഴ്ചയായിട്ട് ഞങ്ങൾ ഈ സമരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കിതിനെ അവഗണിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഈ സമരം ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടി ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്ന്, സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഏത് തരത്തിലുള്ള തുടർ നീക്കങ്ങളാകും ഇനി ഉണ്ടാകുക എന്നാണ് അറിയാനുള്ളത്. ക്യാമറമാൻ വിനോദ് കുമാറിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കരിങ്കൊടി കാണിച്ച് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. ആശാവർക്കർമാരുടെ സമരത്തിൽ അനുകൂല നിലപാട് സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് മന്ത്രിയെ കരിങ്കൊടി കാണിച്ചത്. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം വൈകുന്നതിനെതിരെ ദുരന്തബാധിതരുടെ പ്രതിഷേധം തടഞ്ഞ് പോലീസ്. പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ വാക്കേറ്റവും ഉന്തും തള്ളുമുണ്ടായി. സമരപ്രഖ്യാപനത്തിന് പിന്നാലെ ഉരുൾപൊട്ടൽ പുനരധിവാസത്തിനുള്ള 2ാം ഘട്ട കരട് പട്ടിക തയ്യാറായി. 81 കുടുംബങ്ങളാണ് 2ാം ഘട്ട പട്ടികയിൽ ഉള്ളത്. രാവിലെ 9 മണി മുതൽ ദുരന്തബാധിത പ്രദേശത്ത് കുടിൽകെട്ടി പ്രതിഷേധം നടത്താനുള്ള നീക്കമാണ് പോലീസ് തടഞ്ഞത്. ബെയിലി പാലത്തിന് സമീപത്ത് വെച്ച് പ്രതിഷേധക്കാരെ പോലീസ് തടഞ്ഞു. ഇതോടെ ദുരന്തഭൂമിയിലെ പ്രതിഷേധം സംഘർഷത്തിന്റെ വക്കോളമെത്തി. ജനശബ്ദം ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. വാർഡ് 10-ൽ 42, 11-ൽ 29, 12-ൽ 10 എന്നിങ്ങനെ കുടുംബങ്ങളെ ഉൾപ്പെടുത്തി പുനരധിവാസത്തിനുള്ള 2ാം ഘട്ട കരട് പട്ടിക തയ്യാറാക്കി. ഇതോടെ ടൗൺഷിപ്പിൽ 323 കുടുംബങ്ങളായി. ആദ്യഘട്ടത്തിൽ 242 കുടുംബങ്ങളുടെ പട്ടിക പ്രസിദ്ധീകരിച്ചു. നാളെ ജനകീയ ആക്ഷൻ കമ്മിറ്റി കളക്ടറേറ്റിനു മുൻപിൽ ഉപവാസ സമരം നടത്തും. 5 സെന്റ് ഭൂമി മാത്രം നൽകുന്നതിലും കേന്ദ്ര സർക്കാർ പാക്കേജ് പ്രഖ്യാപിക്കാത്തതിലും ദുരന്തബാധിതർക്ക് പ്രതിഷേധമുണ്ട്. ന്യൂസ് 18 വയനാട്. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. വാർത്തകളിലേക്ക്. ചാമ്പ്യൻസ് ട്രോഫിയിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് 242 റൺസ് വിജയലക്ഷ്യം. രോഹിത് ശർമ്മയും ഗില്ലും പുറത്ത്. കരുതലോടെ കോഹ്ലി ബാറ്റിംഗ് തുടരുന്നു. വിജയിച്ചാൽ ഇന്ത്യക്ക് സെമി ഉറപ്പിക്കാം. പരാജയം ഏറ്റുവാങ്ങിയാൽ നിലവിലെ ചാമ്പ്യന്മാരായ പാകിസ്ഥാൻ പുറത്താകും. MS ഹരികൃഷ്ണൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഹരി, രോഹിത് ശർമ്മ പുറത്തായി, നല്ല മികച്ച ഫോമിലുണ്ടായിരുന്ന ഗില്ലും പുറത്തായത് ആശങ്ക ഉയർത്തുന്ന സാഹചര്യമാണ് ഒരു തരത്തിൽ നോക്കിയാൽ. പക്ഷേ കരുതലോടെ ക്രീസിൽ പിടിച്ചു നിൽക്കാൻ കോഹ്ലിക്കാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എറിഞ്ഞിടാൻ തക്ക വിധത്തിൽ കരുത്തോടെയാണോ ഇപ്പോൾ പാകിസ്ഥാന്റെ ബോളിംഗ് നിര പോകുന്നത്? അങ്ങനെ കരുത്തോടെ എന്ന് പറയാൻ പറ്റില്ല. ഇന്ത്യ തന്നെയാണ് കംഫർട്ടബിൾ പൊസിഷനിൽ നിൽക്കുന്നത്. കാരണം 28 ഓവറിൽ നിന്ന് 124 റൺസ് മാത്രം മതി ഇന്ത്യക്ക് വിജയിക്കാൻ. 2 വിക്കറ്റുകൾ മാത്രമേ പോയിട്ടുള്ളൂ. അതിൽ 46 റൺസ് എടുത്താണ് ഗില്ല് പുറത്തായിരിക്കുന്നത്. രോഹിത് ശർമ്മ, നമ്മൾ കരുതിയിരുന്നത് പോലെ തന്നെ ഷഹീൻ ഷാ അഫ്രീദിയും രോഹിത് ശർമ്മയും തമ്മിലുള്ള ഒരു എൻകൗണ്ടർ, അതിൽ വീണ്ടും ഷഹീൻ ഷാ വിജയിച്ചിരിക്കുകയാണ്. രോഹിത്തിനെ ബൗൾഡാക്കിയിരിക്കുകയാണ്. അപ്പോൾ അതിലും ഷഹീൻ ഷാ അഫ്രീദി വിജയിച്ചു. മാത്രമല്ല അടുത്തതിൽ ഗില്ല് ഔട്ടാകുന്നത് അബ്രാർ അഹമ്മദിന്റെ ബദലാണ്. അപ്പോൾ ഈ 2 വിക്കറ്റുകൾ മാത്രമാണ് ഇന്ത്യക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. നിലവിൽ കോഹ്ലി വളരെ കരുതലോടെ കളിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ക്രീസിൽ ശ്രേയസ് അയ്യറാണുള്ളത്. കോഹ്ലിയും ശ്രേയസ് അയ്യറും തമ്മിൽ ഒരു വലിയ പാർട്ട്ണർഷിപ്പ് ഇപ്പോൾ മുന്നോട്ട് നീങ്ങുകയാണ്. 120 റൺസോടെയാണ് വേണ്ടത്. അതിൽ 28 ഓവറോളം ഇന്ത്യക്ക് ബാക്കിയുണ്ട് എന്നുള്ളത് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് നിലവിൽ ഇപ്പോഴും പിറകിൽ തന്നെയാണ് എന്ന് പറയേണ്ടി വരും. ഏകദേശം ആവശ്യമുള്ള റൺ റേറ്റ് 4 റൺസ് മാത്രമാണ് ആവശ്യമുള്ളത് ഒരു ഓവറിൽ. അപ്പോൾ വളരെ കരുതലോടെ തന്നെ ഇന്ത്യ മുന്നോട്ട് നീങ്ങുകയാണ്. അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഈ മത്സരം ഇന്ത്യ വിജയിക്കുക തന്നെ ചെയ്യും. ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മാറുന്നത്. ഗില്ലും രോഹിത്തും ഔട്ടായി എന്നുള്ളത് സത്യമാണെങ്കിൽ പോലും നിലവിൽ ഇന്ത്യ ഡ്രൈവിംഗ് സീറ്റിൽ തന്നെയാണ്. അതിൽ അത്ഭുതങ്ങൾ സംഭവിച്ചില്ല എങ്കിൽ ഇന്ത്യ തന്നെയാണ് ഇന്നത്തെ മത്സരവും വിജയിക്കുക. അങ്ങനെയെങ്കിൽ 2-0 കൂടി തന്നെ ഈ ചാമ്പ്യൻസ് ട്രോഫി തുടങ്ങുകയാണ്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ ഗ്രൂപ്പ് ഘട്ടത്തിൽ നിന്ന് തന്നെ പുറത്താവുകയും ചെയ്യുന്നു. അവരാതിഥേയത്വം വഹിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ അവർ ആ ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ പുറത്താകുന്ന ഒരു അവസ്ഥയിലേക്ക് പാകിസ്ഥാൻ നീങ്ങുകയും ചെയ്യും. അത് തന്നെയാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ട് പറയേണ്ടത്. അതിൽ ഇപ്പോൾ കോഹ്ലിയും
ശ്രേയസ് അയ്യരുമാണ് ക്രീസിൽ നിൽക്കുന്നത്. ഒരു വളരെ കംഫർട്ടബിൾ പൊസിഷനിൽ ഇന്ത്യ മുന്നോട്ട് നീങ്ങുകയാണ്. അതുകൊണ്ട് ആശങ്ക എന്നൊരു വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ശരിയല്ല. കാരണം 120 റൺസ് മാത്രമാണ് വിജയിക്കാൻ ഇനി വേണ്ടത്. അതിൽ 28 ഓവറുകളോളം ബാക്കിയുമുണ്ട്. കോഹ്ലി അർദ്ധ സെഞ്ചുറിയിലേക്ക് അടുക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്കാണ് നിൽക്കുന്നത്. അപ്പോൾ കോഹ്ലി നമുക്കറിയാം 3-ാം ഏകദിനത്തിലാണ് ഒരു അർദ്ധ സെഞ്ചുറി നേടിയിരുന്നത്, ഇംഗ്ലണ്ടിനെതിരായ 3-ാം ഏകദിനത്തിൽ. അതിനുശേഷം ചാമ്പ്യൻസ് ട്രോഫിയിൽ വന്നതിന് ശേഷം ആദ്യ ഇന്നിംഗ്സിൽ 21 റൺസിന് അദ്ദേഹം പുറത്താവുകയും ചെയ്തു. പിന്നാലെ ഇപ്പോൾ പാകിസ്ഥാനെതിരായ മത്സരത്തിൽ ഒരു അർദ്ധ സെഞ്ചുറിയോടുകൂടി തന്നെ ഈ ചാമ്പ്യൻസ് ട്രോഫിയിലും ഒരു മുന്നേറ്റം നേടാൻ സാധിച്ചാൽ അത് കോഹ്ലിക്ക് വളരെയധികം ഗുണകരമാവും. മാത്രമല്ല കോഹ്ലി ഒരു റെക്കോർഡും കൂടി സൃഷ്ടിച്ചിരിക്കുകയാണ്. 14,000 ഏകദിന റൺസും കൂടി കോഹ്ലി സ്വന്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇന്നത്തെ മത്സരത്തിൽ ഓടുകൂടി തന്നെ. അപ്പോൾ ഇനി മുന്നിലുള്ളത് സച്ചിൻ ടെണ്ടുൽക്കറിന്റെ 18,000-ഓളം റൺസിന്റെ റെക്കോർഡ് മാത്രമാണ് മുന്നിലുള്ളത്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ കോഹ്ലിക്കും ആ രീതിയിൽ വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് കോഹ്ലി ബാറ്റ് വീശുന്നത്. കൂട്ടത്തിൽ ശ്രേയസ് അയ്യറും കൂടി ഉള്ളതുകൊണ്ട് തന്നെ അത്ഭുതങ്ങൾ സംഭവിച്ചില്ലെങ്കിൽ ഇന്നത്തെ മത്സരം ഇന്ത്യ വിജയിക്കുമായിരിക്കും. തീർച്ചയായും MS ഹരികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ആശങ്കയ്ക്ക് ഒരു തരി പോലും സാധ്യതയില്ല, സാഹചര്യമില്ല എന്നുള്ളതാണ് സന്തോഷകരം. മറ്റു വാർത്തകളിലേക്ക്. തെലങ്കാനയിലെ നാഗർ കുർനൂലിൽ ടണൽ ഇടിഞ്ഞുണ്ടായ അപകടത്തിൽ കുടുങ്ങിയ 8 പേരെ രക്ഷിക്കാനുള്ള ദൗത്യം തുടരുകയാണ്. ടണലിൽ വെള്ളവും ചെളിയും നിറഞ്ഞതാണ് രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കുന്നത്. സൈന്യത്തിന്റെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. ശ്രീശൈലം ലെഫ്റ്റ് ബാങ്ക് കനാൽ ടണലിന്റെ പ്രവേശന കവാടത്തിൽ നിന്ന് 14 കിലോമീറ്റർ ഉള്ളിലായാണ് അപകടമുണ്ടായത്. ചെളിയും വെള്ളവും കോൺക്രീറ്റ് അവശിഷ്ടങ്ങളും അടിഞ്ഞുകൂടിയത് രക്ഷാദൌത്യത്തിന് വെല്ലുവിളിയാവുകയാണ്. ടണലിൽ പ്രവേശിച്ച ദൗത്യസംഘം ആദ്യ 12 കിലോമീറ്റർ ദൂരം ലോക്കോമോട്ടീവിലും പിന്നീട് 1.5 കിലോമീറ്റർ കൺവേയർ ബെൽറ്റിലും സഞ്ചരിച്ചു. എന്നാൽ പിന്നീടുള്ള 200 മീറ്റർ ദൂരം മുന്നോട്ടു പോകാൻ കഴിയുന്നില്ല. മുട്ടോളം ഉയരത്തിൽ ചെളിയും വെള്ളവും നിറഞ്ഞതാണ് ദൗത്യത്തിന് തടസ്സമാകുന്നത്. കുടുങ്ങിക്കിടക്കുന്നവരിൽ നിന്ന് പ്രതികരണം ഇല്ലാത്തതും ആശങ്കയാണ്. विक्टिम्स का एग्जैक्ट लोकेशन अभी तक नहीं पता चला है. जैसे मैंने पहले ही बताया कि जहां तक जो TBM है उसका जो किनारा है 13.5 किलोमीटर पे है और टनल उसके आगे 200 मीटर और मान लीजिए, तो ये 200 मीटर का एरिया रबल से भर गया है, मिट्टी से भरा हुआ है. तो ये जब तक साफ नहीं होगा, जब तक क्लियर नहीं होगा, और मैंने पहले ही बताया इस गेट से 13 किलोमीटर का डिस्टेंस है. മോട്ടോർ ഉപയോഗിച്ച് വെള്ളം വറ്റിക്കുകയാണ് മുന്നിലുള്ള ഏക മാർഗം. ടണലിന് ഉള്ളിലെ വെന്റിലേഷൻ സംവിധാനം ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് അധികൃതർ നൽകുന്ന വിവരം. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുമായി ഫോണിൽ സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തു. ഇന്നലെ രാവിലെ 8 മണിയോടെയാണ് SLBC ടണൽ ഇടിഞ്ഞ് അപകടം ഉണ്ടായത്. സംഘത്തിലെ 50 പേരിൽ 42 പേർ രക്ഷപ്പെട്ടപ്പോൾ മുൻനിരയിൽ ഉണ്ടായിരുന്ന 8 പേർ ടണലിൽ കുടുങ്ങുകയായിരുന്നു. പഞ്ചാബ്, ജമ്മു കാശ്മീർ, ഝാർഖണ്ഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള എഞ്ചിനീയർമാരും തൊഴിലാളികളുമാണ് ടണലിൽ അകപ്പെട്ടത്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു. കടുത്ത ശ്വാസതടസ്സം അനുഭവപ്പെട്ടതോടെ ഓക്സിജൻ നൽകി. പ്ലേറ്റ്ലെറ്റ് കുറവെന്ന് പരിശോധനയിൽ കണ്ടെത്തിയതോടെ രക്തം നൽകേണ്ടി വന്നു. റോമിലെ ജമേലി ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില വീണ്ടും മോശമായി. തുടർച്ചയായി ശ്വാസമുട്ടലുണ്ടായതോടെ ഓക്സിജൻ നൽകേണ്ടി വന്നു. പ്ലേറ്റ്ലേറ്റ് അളവ് കുറഞ്ഞതിനാൽ രക്തം നൽകി. അപകടാവസ്ഥ തരണം ചെയ്തിട്ടില്ലെന്ന് വത്തിക്കാൻ വ്യക്തമാക്കി. ഇതാദ്യമായാണ് വത്തിക്കാൻ രോഗവിവരം സംബന്ധിച്ച് ഔദ്യോഗിക പ്രതികരണം നടത്തുന്നത്. രക്തത്തിലെ അണുബാധയും ന്യൂമോണിയയും തന്നെയാണ് ഇപ്പോഴും ആശങ്ക. സ്ഥാനമൊഴിയുമെന്നത് അഭ്യൂഹം മാത്രമാണെന്നും എല്ലാവരുടെയും പ്രാർത്ഥനകളാണ് ഇപ്പോൾ വേണ്ടതെന്നും വത്തിക്കാൻ പ്രതിനിധിയെ ഉദ്ധരിച്ച് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥനയിലാണ് ലോകം. അർജന്റീനയുടെ തലസ്ഥാനമായ ബ്യൂണസ് ഐറിസിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നറിയിപ്പുമായി ഇന്ത്യൻ എക്സ്പ്രസിൽ ശശി തരൂരിന്റെ ലേഖനം. പരമ്പരാഗത പാർട്ടി വോട്ടുകൾ കൊണ്ട് മാത്രം കേരളത്തിലും കേന്ദ്രത്തിലും കോൺഗ്രസിന് ഇനി അധികാരത്തിൽ വരാൻ കഴിയില്ലെന്നാണ് മുന്നറിയിപ്പ്. പാർട്ടിക്ക് തന്റെ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താൻ കഴിയുന്നില്ലെങ്കിൽ മറ്റു വഴികളുണ്ടെന്നും ലേഖനത്തിൽ തരൂർ തുറന്നടിച്ചു. സംസ്ഥാന കോൺഗ്രസിൽ നേതൃദാരിദ്ര്യം ഉണ്ടെന്നാണ് പരിഹാസം.
ലേഖന വിവാദത്തിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം തന്നെ ഇടപെട്ട് ശശി തരൂരിനെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടന്നതിന് പിന്നാലെയാണ് നേതൃത്വത്തിന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടുള്ള തരൂരിന്റെ ലേഖനം ഇംഗ്ലീഷ് ദിനപത്രത്തിൽ വീണ്ടും പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. കോൺഗ്രസ് വോട്ടുകൾ കൊണ്ട് മാത്രം ദേശീയ തലത്തിലും സംസ്ഥാനത്തും ഇനി അധികാരത്തിലെത്താനാവില്ലെന്നതിന്റെ തെളിവാണ് ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലുണ്ടായ തുടർച്ചയായ പരാജയങ്ങളെന്നാണ് ലേഖനത്തിലെ വിമർശനം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ദേശീയ തലത്തിൽ ലഭിച്ച വോട്ട് വിഹിതം 19%. ഇത് 26 മുതൽ 27% വരെ അധികമായി ഉയർത്തിയാൽ മാത്രമേ അധികാരത്തിൽ എത്താൻ കഴിയൂവെന്നാണ് തരൂർ വ്യക്തമാക്കുന്നത്. സംസ്ഥാന കോൺഗ്രസിൽ നേതൃദാരിദ്ര്യം ഉണ്ടെന്നും UDF-ലെ ഘടകകക്ഷി നേതാക്കൾ തന്നെ തന്നോട് ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നുമാണ് തരൂരിന്റെ മറ്റൊരു വിമർശനം. തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ താൻ വിജയിച്ചത് കോൺഗ്രസ് വിരുദ്ധരുടെ വോട്ടുകൾ കൂടി നേടിയിട്ടാണ്. മറ്റ് പാർട്ടി അനുഭാവികളുടെ വോട്ടുകളും തനിക്ക് ലഭിച്ചത് നിലപാടുകളോടുള്ള സ്വീകാര്യത കൊണ്ടാണെന്നും ലേഖനത്തിൽ പരാമർശമുണ്ട്. പരമ്പരാഗത വോട്ട് വിഹിതത്തിനപ്പുറം തന്റെ വിജയമാതൃക മറ്റിടങ്ങളിലും പരീക്ഷിച്ചാൽ മാത്രമേ 2026 പ്രതീക്ഷയ്ക്ക് വകയുള്ളൂവെന്നും ലേഖനത്തിൽ തരൂർ വ്യക്തമാക്കുന്നു. സോണിയാഗാന്ധിയും മൻമോഹൻ സിംഗും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള നേതാക്കൾ നിർബന്ധിച്ചതുകൊണ്ടാണ് അമേരിക്കയിൽ സ്വസ്ഥ ജീവിതം നയിക്കുകയായിരുന്ന താൻ 2009 കോൺഗ്രസിന്റെ ഭാഗമായത്. തന്റെ സേവനം പാർട്ടി വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ അതിന് മറ്റു വഴികളുണ്ടെന്നും തരൂർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. 100 പേരടങ്ങുന്ന പ്രവർത്തക സമിതിയിൽ അംഗമായിരിക്കുന്നതിൽ അഭിമാനമുണ്ടെങ്കിലും നിർണായകമായ തീരുമാനങ്ങൾ എടുക്കാൻ പ്രവർത്തക സമിതിക്ക് കഴിയാറില്ലെന്നും വിവാദ ലേഖനത്തിൽ ശശി തരൂർ തുറന്നടിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുമായി നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണോ ഇംഗ്ലീഷ് ദിനപത്രത്തിന് അഭിമുഖം നൽകിയതെന്ന കാര്യത്തിൽ ഇപ്പോഴും തരൂർ ക്യാമ്പ് വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല. മഞ്ഞുരുക്കൽ നീക്കങ്ങൾക്ക് ശേഷവും നിലപാടുകളിൽ മാറ്റം വരുത്താതെയുള്ള ശശി തരൂരിന്റെ തുറന്നു പറച്ചിൽ കോൺഗ്രസിന് ദേശീയ സംസ്ഥാന തലങ്ങളിലുണ്ടാക്കുന്ന പ്രതിസന്ധിയുടെ ആക്കം ചെറുതാവില്ലെന്ന് ഉറപ്പ്. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ, ന്യൂസ് 18. ഇനി വിവാദത്തിനില്ലെന്നാണ് ശശി തരൂരിന്റെ നിലപാട്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഞാൻ സംസാരിക്കാൻ ഇപ്പോൾ ഒരു ആഗ്രഹവുമില്ല. സമയം വരുമ്പോൾ സംസാരിക്കാം. ഒരു നിങ്ങൾക്ക് അറിയാമല്ലോ, എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. ഞാൻ എന്റെ സമയത്ത് സംസാരിക്കും. ഒന്നും സംസാരിക്കാൻ. No comment at all any further on anything. Thank you. Go watch the match here. Important match today. ശശി തരൂരിനെതിരെ ഒളിയമ്പുമായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. കേരളത്തിൽ ഇപ്പോൾ ചില രാജദാസന്മാർ ഇറങ്ങിയിരിക്കുന്നു. കേരളത്തിൽ 3ാം പിണറായി സർക്കാർ വരുമെന്നാണ് ഇവരുടെ പ്രചാരണം. എന്നാൽ CPM പോലും അത് വിശ്വസിക്കുന്നില്ലെന്നും രാജാവിനെ തൃപ്തിപ്പെടുത്താൻ ഇവർ എന്തും ചെയ്യുമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. ഇപ്പോൾ കേരളത്തിൽ 3.0 കുറിച്ച് സംസാരിക്കുക. ചില രാജകൊട്ടാരത്തിലെ വിദൂഷകന്മാര് രാജാവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അവർ പാട്ടുപാടും, അവർ ഗീതങ്ങൾ ഉന്നയിക്കും. ആ രാജഭക്തിക്ക് വേണ്ടി, രാജഭക്തിക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യും. അത്തരം രാജദാസന്മാർ ഇറങ്ങിയിട്ടുണ്ട് വീണ്ടും കേരളത്തിൽ 3.0 എന്ന് പറഞ്ഞിട്ട്. എന്തിന്റെ പേരിലായി 3.0 വരാൻ വേണ്ടി പോകുന്ന കേരളത്തിൽ? രാഹുൽ ഗാന്ധിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷവും തരൂർ തുറന്നടിച്ചത് കോൺഗ്രസ് കേന്ദ്രങ്ങളെ അമ്പരപ്പിക്കുകയാണ്. പാർട്ടിക്ക് പുറത്തേക്ക് പോകാൻ വഴിയൊരുക്കലാണ് ശശി തരൂർ നടത്തുന്നതെന്നാണ് നേതാക്കളുടെ വിലയിരുത്തലെങ്കിലും കരുതലോടെയാണ് പ്രതികരണങ്ങൾ. തരൂരിന്റെ രാഷ്ട്രീയ നീക്കം പുതിയ സാധ്യതയാക്കുകയാണ് ഇടത് കേന്ദ്രങ്ങളും. ഹൈക്കമാൻഡുമായുള്ള ചർച്ചകൾക്ക് ശേഷം തരൂരിനോട് നിലപാടെടുക്കുന്നതിൽ വളരെ കരുതലിലാണ് സംസ്ഥാന നേതാക്കൾ. പക്ഷേ ശശി തരൂർ കൂടുതൽ കടുപ്പിച്ചതോടെ ഇനി എങ്ങനെയെന്നതിൽ ആശയക്കുഴപ്പം രൂക്ഷമാണ്. പാർട്ടിക്ക് പുറത്തേക്ക് പോവാൻ തരൂർ വഴിയൊരുക്കുകയാണ് എന്ന വിലയിരുത്തൽ നേതാക്കൾക്കുണ്ട്. രാഹുലുമായി ചർച്ച നടന്നെങ്കിലും ഹൈക്കമാൻഡും തരൂരിനെ പൂർണ്ണ വിശ്വാസത്തിലെടുത്തിട്ടില്ല. പക്ഷേ കടുത്ത പ്രസ്താവനകളൊന്നും ഈ ഘട്ടത്തിൽ വേണ്ടതാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ചുരുക്കത്തിൽ തള്ളാനും കൊള്ളാനുമാവാത്ത അവസ്ഥ. ശശി തരൂർ ദേശീയ മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തോടുള്ള നേതാക്കളുടെ പ്രതികരണത്തിലും ഈ ആശയക്കുഴപ്പം പ്രകടമാണ്. ബോധപൂർവ്വമുള്ള ഒരു കളമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അദ്ദേഹം അഭിപ്രായം പറഞ്ഞതിൻ്റെ അടുത്തൊരു കുടുക്കിൽ വീണുപോയ ഒരവസ്ഥയാണ് എന്റെ മനസ്സിലുള്ളത്. അദ്ദേഹത്തിന് എരിയും അദ്ദേഹത്തെ 4 തവണ കോൺഗ്രസ് MP ആക്കിയതും അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിയാക്കിയതും 10 വർഷമായി കോൺഗ്രസിന് കിട്ടുന്ന 4 സ്ഥിര സമിതി അംഗങ്ങളിൽ ഒരാളാക്കിയതും ഒക്കെ അതുകൊണ്ടല്ലേ. പക്ഷെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു വിവാദത്തിന് ഞാൻ തയ്യാറല്ല. ഇപ്പോഴെന്താ പ്രശ്നം അദ്ദേഹത്തിന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് അദ്ദേഹത്തിന് കൂടെ നിർത്തണം. തരൂരിന്റെ നീക്കത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് ഇടതു കേന്ദ്രങ്ങൾ.
തരൂരിനെ ഒപ്പം നിർത്താനുള്ള ശ്രമമോ അല്ലെങ്കിൽ തരൂർ ഉണ്ടാക്കുന്ന ആശയക്കുഴപ്പം രാഷ്ട്രീയ നേട്ടമാക്കാനുള്ള സാധ്യതയോ തേടുകയാണ് ഇടതു നേതാക്കൾ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും പറഞ്ഞ കാര്യങ്ങൾ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി നേതൃത്വം വരെയുള്ള ശശി തരൂരിനെ പോലുള്ളവർക്ക് പറയേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ശശി തരൂരിന്റെ ഐഡന്റിറ്റി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസിന് നേട്ടമുണ്ടായി എന്നല്ലാതെ കോൺഗ്രസിന്റെ ഐഡന്റിറ്റി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ശശി തരൂര് തിരുവനന്തപുരത്ത് ജയിച്ചിട്ടില്ല. കേരള മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഹൈക്കമാൻഡ് ഇദ്ദേഹത്തിന്റെ പേര് നിർദ്ദേശിക്കാൻ സാധ്യതയില്ലേ? ഈ തോന്നലിലാണ് എല്ലാ ഗ്രൂപ്പുകളും അയാൾക്കെതിരായി തിരിഞ്ഞത്. കോൺഗ്രസ് നേതൃത്വത്തെ പൂർണ്ണമായി വെല്ലുവിളിക്കുന്നതാണ് തരൂരിന്റെ പുതിയ അഭിമുഖം. തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന പശ്ചാത്തലത്തിൽ തരൂരിനെ തള്ളിപ്പറയുന്നത് കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കുമോ എന്നതാണ് കോൺഗ്രസിലെ ആശയക്കുഴപ്പം. പാർട്ടിയിലെ ഒരു വിഭാഗവും കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന നിഷ്പക്ഷ വോട്ടുകളിൽ ഒരു വിഭാഗവും തരൂരിനൊപ്പം ഉണ്ടെന്നതാണ് മറ്റൊരു പ്രതിസന്ധി. പുതിയ സാഹചര്യങ്ങൾ ഹൈക്കമാൻഡ് സൂക്ഷ്മമായി വിലയിരുത്തുകയാണ്. ഹൈക്കമാൻഡ് നിർദ്ദേശം ഉണ്ടാവുന്ന ഘട്ടത്തിൽ തരൂരിനെ തള്ളിപ്പറഞ്ഞ് നിലപാടെടുക്കാൻ നേതാക്കൾ തയ്യാറായേക്കും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഡൽഹി ജന്തർ മന്ദിറിൽ നിരാഹാര സമരം നടത്തുന്ന VP സുഹറെ കസ്റ്റഡിയിലെടുത്ത് നീക്കി. അനുവദിച്ചതിലും കൂടുതൽ സമരം തുടർന്നതിനാലാണ് പോലീസിന്റെ നടപടി ഉണ്ടായത്. ഉച്ചയ്ക്ക് 1 മണിവരെയാണ് പോലീസ് സമരത്തിന് അനുമതി നൽകിയിരുന്നത്. മുസ്ലിം സ്ത്രീകൾക്ക് സ്വത്തിൽ തുല്യ അവകാശം വേണമെന്നാവശ്യപ്പെട്ടാണ് നിരാഹാര സമരം തുടങ്ങിയിരുന്നത്. താൽക്കാലികമായി നിരാഹാര സമരം നിർത്തിവെച്ചതായി പിന്നീട് VP സുഹറ അറിയിച്ചു. വിദ്വേഷ പ്രസംഗത്തിൽ മുൻ MLAയും BJP നേതാവുമായ PC ജോർജിന്റെ അറസ്റ്റ് നാളെയുണ്ടാകും. നാളെ ഹാജരാകാമെന്ന് ജോർജ് അറിയിച്ച സാഹചര്യത്തിൽ പ്രത്യേക നോട്ടീസ് നൽകേണ്ടതില്ലെന്ന് പോലീസ് തീരുമാനിച്ചു. നാളെ രാവിലെ 10 മണിക്ക് ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിലാണ് PC ജോർജ് ഹാജരാകുക. ജില്ലയിൽ നിന്നുള്ള BJP നേതാക്കളും പ്രവർത്തകരും വീട്ടിൽ നിന്നും ജോർജിനെ അനുഗമിക്കും. പ്രാഥമിക ചോദ്യം ചെയ്യലിന് ശേഷം ജോർജിനെ അറസ്റ്റ് ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. തുടർന്ന് ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. നാളെ ഹാജരാകാമെന്ന് പോലീസിനെ രേഖാമൂലം PC ജോർജ് അറിയിച്ചിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ പുതിയ നോട്ടീസ് നൽകേണ്ടതില്ല എന്നാണ് പോലീസിന്റെ തീരുമാനം. ജോർജിനെതിരെ ഹൈക്കോടതി നടത്തിയ ഗുരുതര പരാമർശങ്ങൾ നീക്കം ചെയ്യാൻ സുപ്രീം കോടതിയെ സമീപിക്കാനും സാധ്യതയുണ്ട്. BJP പ്രവർത്തകർ സംഘടിക്കുന്ന സാഹചര്യത്തിൽ കനത്ത സുരക്ഷ ഒരുക്കാനാണ് പോലീസിന്റെ തീരുമാനം. നേരത്തെ ജോർജിനെ അറസ്റ്റ് ചെയ്യാത്തതിനെതിരെ PDPയും SDPയും മാർച്ച് നടത്തിയിരുന്നു. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഉപതെരഞ്ഞെടുപ്പ് നാളെ. സംസ്ഥാനത്തെ 28 തദ്ദേശ വാർഡുകളിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. നാളെ രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് വോട്ടെടുപ്പ്. വയനാട് ഒഴികെയുള്ള 13 ജില്ലകളിലെ 30 തദ്ദേശ വാർഡുകളിലേക്കായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നത്. കാസർഗോഡ് ജില്ലയിലെ മടിക്കൈ ഗ്രാമപഞ്ചായത്തിലെ കോളിക്കുന്ന്, ചീമേനി ഗ്രാമപഞ്ചായത്തിലെ പള്ളിപ്പാറ തുടങ്ങിയ വാർഡുകളിലെ സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭാഗമായ ശ്രീവരാഹം വാർഡിലേക്കും 2 ബ്ലോക്ക് പഞ്ചായത്ത്, 3 മുനിസിപ്പാലിറ്റി, 22 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലേക്കുമാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 52 സ്ത്രീകൾ ഉൾപ്പെടെ 87 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. 77 പോളിംഗ് ബൂത്തുകളിലായി 59,116 വോട്ടർമാരാകും വോട്ട് രേഖപ്പെടുത്തുക. ചൊവ്വാഴ്ച രാവിലെ 10 മണി മുതലാകും വിവിധ കേന്ദ്രങ്ങളിൽ വോട്ടെണ്ണൽ. വോട്ടെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ അറിയിച്ചു. സുരക്ഷാ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള പോളിംഗ് കേന്ദ്രങ്ങളിൽ കൂടുതൽ പോലീസിനെ വിന്യസിക്കും. മുതിർന്ന നേതാക്കളെ തന്നെ രംഗത്തിറക്കിയായിരുന്നു LDFന്റെയും UDFന്റെയും BJPയുടെയും പ്രചാരണം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ 28 വാർഡുകളിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം എല്ലാ മുന്നണികളും ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. അന്തരിച്ച CPM കോട്ടയം ജില്ലാ സെക്രട്ടറി AV റസലിന്റെ മൃതദേഹം സംസ്കരിച്ചു. ഉച്ചയ്ക്ക് 12 മണിക്ക് ചങ്ങനാശ്ശേരി തെങ്ങണയിലെ വീട്ടുവളപ്പിലായിരുന്നു ചടങ്ങുകൾ. റസലിന്റെ മകൾ ചാരുലത ചിതയ്ക്ക് തീ കൊളുത്തി. മന്ത്രി VN വാസവൻ ഉൾപ്പെടെ ജില്ലയിലെ CPM നേതാക്കൾ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. ഇന്നലെ CPM കോട്ടയം ജില്ലാ കമ്മിറ്റി ഓഫീസിലും ചങ്ങനാശ്ശേരി ഏരിയ കമ്മിറ്റി ഓഫീസിലും മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തുടങ്ങിയ നിരവധി പേർ അദ്ദേഹത്തിന് ഇന്നലെ അന്തിമോപചാരം അർപ്പിച്ചു. ഒരിടവേള കൂടി.
വാർത്തകളിലേക്ക്. കൊല്ലം കുണ്ടറയിൽ റെയിൽവേ പാളത്തിന് കുറുകെ ടെലിഫോൺ പോസ്റ്റ് വെച്ചത് ട്രെയിൻ അട്ടിമറിക്കാനെന്ന എഫ്ഐആർ. ട്രെയിൻ അപകടമുണ്ടാക്കി ജീവഹാനി വരുത്തണമെന്ന ഉദ്ദേശത്തോടെയാണ് പാളത്തിൽ പോസ്റ്റ് കൊണ്ടിട്ടതെന്നും കുണ്ടറ പോലീസ് എഫ്ഐആറിൽ വ്യക്തമാക്കുന്നു. പ്രതികളായ അരുണിനെയും രാജേഷിനെയും സംഭവസ്ഥലത്ത് എത്തിച്ച് തെളിവെടുത്തു. ഇരുവരെയും കോടതി റിമാൻഡ് ചെയ്തു. അറസ്റ്റിലായ പ്രതികളെ കേരള പോലീസും NIA-യും റെയിൽവേയുടെ മധുര RPF വിഭാഗവും ചോദ്യം ചെയ്തു. ടെലിഫോൺ പോസ്റ്റ് മുറിച്ച് വിൽക്കാൻ വേണ്ടിയാണ് പാളത്തിൽ കൊണ്ടുവച്ചതെന്നാണ് പ്രതികളുടെ മൊഴി. എന്നാൽ ഇത് പോലീസ് പൂർണ്ണമായും മുഖവിലക്കെടുത്തിട്ടില്ല. ട്രെയിൻ അട്ടിമറിക്കാനായിരുന്നു പ്രതികളുടെ ശ്രമമെന്നാണ് കുണ്ടറ പോലീസിന്റെ FIR-ൽ പറയുന്നത്. ഇതുവഴി പോകുന്ന ട്രെയിൻ അട്ടിമറിച്ച് അപകടമുണ്ടാക്കി ജീവഹാനി വരുത്തണമെന്ന ഉദ്ദേശത്തോടെയാണ് പാളത്തിൽ പോസ്റ്റ് കൊണ്ടിട്ടതെന്നും പ്രഥമ വിവര റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. പാളത്തിൽ നിന്നും ആദ്യം പോസ്റ്റ് നീക്കം ചെയ്തതിനു ശേഷം വീണ്ടും മറ്റൊരിടത്ത് പ്രതികൾ പോസ്റ്റ് കൊണ്ടിട്ടെന്നാണ് കുണ്ടറ പോലീസ് സംശയിക്കുന്നത്. പ്രതികളെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പാളത്തിൽ പോസ്റ്റ് വെച്ച രീതി ഇരുവരും വിവരിച്ചു. പ്രതികളുടെ ഉദ്ദേശം സ്ഥിരീകരിക്കാൻ വിശദമായ അന്വേഷണം തുടരും. പാലരുവി എക്സ്പ്രസിനെ അപായപ്പെടുത്താനായിരുന്നു പ്രതികളുടെ ശ്രമമെന്ന് ആരോപണം ഉയർന്നിരുന്നു. നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടവരാണ് കുണ്ടറ സ്വദേശികളായ അരുണും രാജേഷും. ന്യൂസ് 18 കൊട്ടാരക്കര. തിരുവനന്തപുരം നഗരൂരിൽ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥി സഹപാഠിയുടെ കുത്തേറ്റ് മരിച്ചു. 4ാം വർഷ വിദ്യാർത്ഥിയും മിസോറാം സ്വദേശിയുമായ VL വാലന്റൈനാണ് കൊല്ലപ്പെട്ടത്. കോളേജിലെ 3ാം വർഷ വിദ്യാർത്ഥി T ലംസങ് സ്വാലയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. നഗരൂർ രാജധാനി എഞ്ചിനീയറിംഗ് കോളേജിലെ ബിടെക് 4ാം വർഷ വിദ്യാർത്ഥിയും മിസോറം സ്വദേശിയുമായ വാലന്റീന് നേരെ ഇന്നലെ രാത്രി 11 മണിക്കാണ് ഇതേ കോളേജിലെ 3ാം വർഷ വിദ്യാർത്ഥിയുടെ ആക്രമണമുണ്ടായത്. ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് 3ാം വർഷ വിദ്യാർത്ഥിയും മിസോറം സ്വദേശിയുമായ T ലസങ് സ്വാലയുമായി ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്നതിലൂടെയുണ്ടായ വാക്കുതർക്കമാണ് പ്രകോപനത്തിലേക്ക് നയിച്ചത്. കോളേജിന് സമീപത്തുള്ള വ്യത്യസ്ത സ്ഥലങ്ങളിലെ റൂമുകളിലാണ് ഇരുവരും താമസിച്ചിരുന്നത്. അതിനിടെ രാത്രി 11 മണിയോടെ കോളേജിന് സമീപമുള്ള നഗരൂർ നെടുമ്പറമ്പ് ജംഗ്ഷനിൽ വെച്ച് മദ്യലഹരിയിൽ ഇരുവരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. ഒടുവിൽ തർക്കം കത്തിക്കുത്തിൽ കലാശിക്കുകയായിരുന്നു. വാലന്റൈന്റെ നെഞ്ചിലും പുറകുവശത്തുമായി 3 കുത്തേറ്റു. ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥിയെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നഗരൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കസ്റ്റഡിയിലെടുത്ത പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ പ്രകോപനത്തിലേക്ക് നയിച്ച കാരണം വ്യക്തമാകുകയുള്ളൂവെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. പാലക്കാട് അട്ടപ്പാടി അരളിക്കോണത്ത് മകൻ അമ്മയെ ഹോളോ ബ്രിക്സ് കൊണ്ട് തലക്കടിച്ചു കൊന്നു. അരളിക്കോണം ഊരിലെ രേഷ്യയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ രേഷ്യയുടെ മകൻ രഘുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്ന് പുലർച്ചെയാണ് സംഭവം. ഉറങ്ങിക്കിടന്ന രേഷ്യയെ ഹോളോ ബ്രിക്സ് ഉപയോഗിച്ച് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. കുടുംബ പ്രശ്നങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പ്രദേശവാസികളാണ് രേഷ്യയെ ചോരയിൽ കുളിച്ച നിലയിൽ കാണുന്നത്. തുടർന്ന് പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. രഘു മാനസിക പ്രശ്നങ്ങൾക്ക് ചികിത്സ തേടുന്നയാളാണെന്ന് പോലീസ് പറയുന്നു. തിരുവനന്തപുരം വട്ടപ്പാറയിൽ ഭർത്താവ് ഭാര്യയെ കഴുത്തറുത്ത് കൊന്ന ശേഷം തൂങ്ങി മരിച്ചു. വൃദ്ധ ദമ്പതികളായ ബാലചന്ദ്രൻ, ജയകുമാരി എന്നിവരാണ് മരിച്ചത്. മരുമകൾ ഉച്ചയ്ക്ക് ഭക്ഷണം കൊണ്ടുവരുമ്പോഴാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടത്. വട്ടപ്പാറ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ചെങ്ങന്നൂരിൽ സഹോദരനെ അനുജൻ ശ്വാസം മുട്ടിച്ചു കൊന്നു. കഴുത്തിൽ കയറ് കുരുക്കിയാണ് കൊല നടത്തിയത്. ചെങ്ങന്നൂർ തിട്ടമേൽ പ്രസന്നനെയാണ് സഹോദരൻ പ്രസാദ് കൊലപ്പെടുത്തിയത്. പ്രസാദിനെ ചെങ്ങന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. കൊല്ലം കടക്കലിൽ 2 മാസം പ്രായമായ കുഞ്ഞ് പാൽ തൊണ്ടയിൽ കുടുങ്ങി മരിച്ചു. പാങ്ങലുക്കാട് പാരിജാതത്തിൽ സജിൻ റിനി ദമ്പതികളുടെ മകൾ അരിയാനയാണ് മരിച്ചത്. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കടക്കൽ പോലീസ് കേസെടുത്തു. കാക്കനാട് GST അഡീഷണൽ കമ്മീഷണർ മനീഷ് വിജയുടെയും കുടുംബത്തിന്റെയും മരണം തൂങ്ങി മരണമാണെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോഴും ദുരൂഹതകൾ ബാക്കി നിൽക്കുകയാണ്. അമ്മയുടെ മരണശേഷം 4 മണിക്കൂർ കഴിഞ്ഞാണ് 2 മക്കളും മരിച്ചത്. ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലം കൂടി കാത്തിരിക്കുകയാണ് പോലീസ്. തൂങ്ങിമരിച്ച അമ്മയുടെ മൃതദേഹം കുരുക്കഴിച്ച് താഴെ കിടത്തി അന്ത്യകർമ്മങ്ങൾ ചെയ്ത ശേഷം 2 മക്കളും തൂങ്ങിമരിക്കുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക അനുമാനം. സഹോദരി ശാലിനിക്ക് തൂങ്ങാനുള്ള കുരുക്കിട്ട ശേഷം അതേ മാതൃകയിൽ മനീഷും കുരുക്കിട്ട് തൂങ്ങുകയായിരുന്നു. കടുത്ത പ്രമേഹ രോഗിയായിരുന്ന അമ്മ ശകുന്തളയ്ക്ക് അതിൻ്റെ അവശതകളുണ്ടായിരുന്നതായി
വിദേശത്തു നിന്നും കഴിഞ്ഞ ദിവസം എത്തിയ മകൾ പ്രിയ വിജയ് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. എന്നാൽ എന്തിന് കൂട്ട ആത്മഹത്യ ചെയ്തു എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താൻ കഴിഞ്ഞിട്ടില്ല. പരീക്ഷാ ക്രമക്കേട് സംബന്ധിച്ച കാര്യത്തിലുള്ള CBI അന്വേഷണം ആത്മഹത്യയ്ക്ക് കാരണമായെന്ന നിഗമനത്തോട് മകൾ പ്രിയ യോജിക്കുന്നുമില്ല. അതേസമയം പരീക്ഷാ ക്രമക്കേടിലല്ല CBI അന്വേഷണം നടക്കുന്നതെന്ന വിവരവും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ശാലിനി വിദ്യാഭ്യാസ വകുപ്പിൽ ജോലി ചെയ്യുമ്പോൾ സ്കൂൾ അനുവദിച്ചതിൽ ക്രമക്കേട് നടന്നുവെന്ന പരാതിയിൽ ഇവർ പ്രതിയാണ്. ഈ കേസിൽ CBI ഫെബ്രുവരി 15 ചോദ്യം ചെയ്യാൻ നോട്ടീസ് അയച്ചിരുന്നതായും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ശാലിനി വിവാഹമോചിതയാണ്. ആത്മഹത്യയുടെ യഥാർത്ഥ കാരണങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. കേസ് സംബന്ധിച്ച CBIയിൽ നിന്ന് വിശദാംശങ്ങൾ തേടുന്നുണ്ട്. സഹോദരി പ്രിയയെ വീണ്ടും മൊഴിയെടുക്കാൻ വിളിപ്പിക്കും. ന്യൂസ് 18 കൊച്ചി. സംസ്ഥാനത്ത് ഇന്നലെ രാത്രിയും ഇന്നും ഉണ്ടായ വാഹനാപകടങ്ങളിൽ 4 മരണം. തൃത്താലയിൽ ബസ്സും കാറും കൂട്ടിയിടിച്ച് 1 വയസ്സുള്ള കുഞ്ഞു മരിച്ചു. താമരശ്ശേരി ചുരത്തിലും കൊട്ടാരക്കരയിലും ചടയമംഗലത്തുമായിരുന്നു ജീവനെടുത്ത മറ്റ് അപകടങ്ങൾ. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് പട്ടാമ്പിയിലേക്ക് വരികയായിരുന്ന കാറും പൊന്നാനിയിൽ നിന്ന് പട്ടാമ്പിയിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസും കൂട്ടിയിടിച്ചാണ് തൃത്താലയിൽ അപകടമുണ്ടായത്. അപകടത്തിൽ 1 വയസ്സുള്ള ഹൈഫാൻ എന്ന കുഞ്ഞു മരിച്ചു. കാറിൽ ഉണ്ടായിരുന്ന 6 പേർക്കും പരിക്കേറ്റു. ഇവരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വയനാട്ടിലേക്കുള്ള വിനോദയാത്രക്കിടെ താമരശ്ശേരി ചുരത്തിൽ കാൽ തെന്നി കൊക്കയിലേക്ക് വീണാണ് കോടഞ്ഞൂർ സ്വദേശി അമലിന്റെ മരണം. ചുരം 9-ാം വളവിന് സമീപം വാഹനം നിർത്തി റോഡരികിൽ നിൽക്കുമ്പോഴാണ് അബദ്ധത്തിൽ കാൽ തെന്നി അമൽ കൊക്കയിലേക്ക് വീണത്. കൊല്ലം ചടയമംഗലത്ത് വാഹനാപകടത്തിൽ പരിക്കേറ്റവരുമായി ആശുപത്രിയിലേക്ക് പോയ കാറാണ് അപകടത്തിൽപ്പെട്ടത്. ആദ്യം ബൈക്കിലും പിന്നീട് ലോറിയിലും കാർ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ബൈക്ക് യാത്രികയായ കാരറ്റ് കൃഷ്ണാലയത്തിൽ അശ്വതിയാണ് മരിച്ചത്. അശ്വതിയുടെ ഭർത്താവ് ബിനു പരിക്കുകളോടെ ചികിത്സയിലാണ്. കൊട്ടാരക്കര പുനലൂരിൽ വിവാഹ പാർട്ടി കഴിഞ്ഞ് മടങ്ങിവരവേ ഉണ്ടായ അപകടത്തിലാണ് മയ്യനാട് സ്വദേശി കാർലോസിന്റെ മരണം. കാർലോസ് സഞ്ചരിച്ചിരുന്ന ബുള്ളറ്റ് നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന സഹോദരന്റെ മകൻ ജാനിസ് ജോൺസന് പരിക്കേറ്റു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കൊല്ലത്ത് ആൽമരത്തിന്റെ കൊമ്പൊടിഞ്ഞ് സ്കൂട്ടർ യാത്രക്കാരന്റെ മുകളിൽ വീണു. നിസാര പരിക്കുകളോടെ യാത്രികൻ രക്ഷപ്പെട്ടു. കൊല്ലം ദേശീയപാതയിൽ കല്ലുംതാഴം ജംഗ്ഷനിൽ വർഷങ്ങൾ പഴക്കമുള്ള മരത്തിന്റെ കൊമ്പാണ് ഒടിഞ്ഞു വീണത്. കടപ്പാക്കടയിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി മരത്തിന്റെ കൊമ്പുകൾ മുറിച്ചു മാറ്റുന്നതിനിടയിൽ മരത്തിന്റെ പകുതി ഭാഗം വീണ്ടും റോഡിലേക്ക് ഒടിഞ്ഞു വീഴുകയായിരുന്നു. ഇതാണ് സ്കൂട്ടർ യാത്രക്കാരന്റെ മുകളിലേക്ക് വീണത്. സംഭവത്തെ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. മലയാള സിനിമാ സമരത്തിൽ ഫിലിം ചേംബർ യോഗം നാളെ ചേരും. സിനിമാ സമരത്തിന് പിന്തുണ തേടിയുള്ള നിർമ്മാതാക്കളുടെ കത്തിൽ യോഗം നിലപാടെടുക്കും. സിനിമാ മേഖലയെ അനിശ്ചിതകാലത്തേക്ക് സ്തംഭിപ്പിക്കുന്ന സമരപരിപാടി ഒഴിവാക്കണമെന്നും ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കണമെന്ന ഫെഫ്കയുടെ നിലപാടിനാണ് പ്രസക്തിയെന്നും ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയന്റെ പ്രമേയത്തിൽ പറയും. കേരളത്തെ സംബന്ധിച്ച് ഗെയിം ചേഞ്ചറാണ് ഇൻവെസ്റ്റ് കേരള എന്ന് മന്ത്രി പി രാജീവ്. 50-ലധികം ഇൻവെസ്റ്റേഴ്സിനെ മുഖ്യമന്ത്രി നേരിട്ട് കണ്ടു. സമ്മിറ്റിൽ പ്രഖ്യാപിച്ചതിന് പുറമെ 6000 കോടിയുടെ അധിക നിക്ഷേപ വാഗ്ദാനമുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഒരു 50-ലധികം ഇൻവെസ്റ്റേഴ്സുമായിട്ട് 1-to-1 യോഗങ്ങൾ നടത്തിയിട്ടുണ്ട്. ചില പ്രധാനപ്പെട്ട EOEകൾ അവർ CMന് തന്നെ കൈമാറിയിട്ടുണ്ട്. അതുകൂടി വെച്ചിട്ടാണ് നമ്മൾ അവസാനം ഈ പ്രഖ്യാപനം നടത്തിയത്. നിക്ഷേപക സംഗമം തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടെന്ന് രമേശ് ചെന്നിത്തല. നേരത്തെ MOU ഒപ്പിട്ടതൊന്നും ഇതുവരെ നടപ്പായിട്ടില്ല. 8 വർഷം ഒരു വികസനം പോലും കൊണ്ടുവരാത്ത സർക്കാരാണിതെന്നും രമേശ് ചെന്നിത്തല വിമർശിച്ചു. കോഴിക്കോട് കാരശ്ശേരിയിൽ വൻ മോഷണം. 30 പവനോളം സ്വർണമാണ് മോഷണം പോയത്. കുമരനെല്ലൂർ കൂടങ്ങരയിലാണ് മോഷണം നടന്നത്. വീട്ടുകാർ ബന്ധുവീട്ടിൽ പോയ സമയത്തായിരുന്നു സംഭവം. വീടിന്റെ ഓടിളക്കി അകത്തു കടന്നാണ് 30 പവനോളം സ്വർണം കള്ളൻ കൈക്കലാക്കിയത്. കാരശ്ശേരി കുമാരനെല്ലൂർ കൂടങ്ങരമുക്കിലെ ഷെറീനയുടെ വീട്ടിൽ ഇന്നലെ രാത്രി 10 മണിയോടെയായിരുന്നു സംഭവം. അലമാരക്കിടയിൽ പെട്ടികളിലായി സൂക്ഷിച്ചിരുന്ന ഷെറീനയുടെ മകളുടെ സ്വർണ്ണാഭരണങ്ങളാണ് നഷ്ടമായത്. 20 ലക്ഷത്തോളം രൂപയുടെ സ്വർണ്ണാഭരണങ്ങളാണ് മോഷണം പോയതെന്നും
കുടുംബം പറഞ്ഞു. ബന്ധുവീട്ടിൽ നിന്നും മടങ്ങിയെത്തിയ കുടുംബം വീട്ടിലെ വാതിൽ അകത്തുനിന്ന് പൂട്ടിയത് ശ്രദ്ധയിൽപ്പെട്ടതോടെ നടത്തിയ പരിശോധനയിലാണ് മോഷണ വിവരം അറിഞ്ഞത്. ഉടനെ മുക്കം പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. താമരശ്ശേരി ഡിവൈഎസ്പി സുഷീർ, മുക്കം ഇൻസ്പെക്ടർ എസ് അൻഷാദ് എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും വീട്ടിൽ പരിശോധന നടത്തി. സ്ഥലത്തെക്കുറിച്ചും വീട്ടുകാരെക്കുറിച്ചും നല്ല ധാരണയുള്ള ആളാവാം മോഷണത്തിന് പിന്നിലെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ന്യൂസ് 18 കോഴിക്കോട്. സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിഷേധവുമായി ഒളിമ്പിക് അസോസിയേഷൻ. തിരുവനന്തപുരം ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് SS സുധീറിനെതിരായ നടപടി പിൻവലിക്കണമെന്നാണ് ആവശ്യം. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്കുൾപ്പെടെ കത്തയക്കും. നടപടിയില്ലെങ്കിൽ സർക്കാരിനെതിരെ സമരം നടത്തുമെന്നും ഒളിമ്പിക് അസോസിയേഷൻ വ്യക്തമാക്കി. ഡോക്ടർ APJ അബ്ദുൽ കലാം സ്റ്റഡി സെന്ററിന്റെ ഈ വർഷത്തെ നാരി പുരസ്കാരം ന്യൂസ് 18 കേരളം ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്റർ അപർണ കുറുപ്പിന്. കലാ, സാംസ്കാരിക, മാധ്യമ, ജീവകാരുണ്യ, വിദ്യാഭ്യാസ മേഖലകളിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തുന്ന പ്രതിഭകളായ വനിതകൾക്ക് അബ്ദുൽ കലാം സ്റ്റഡി സെന്റർ എല്ലാ വർഷവും നൽകുന്ന പുരസ്കാരമാണ് നാരി പുരസ്കാരം. വനിതാ ദിനമായ മാർച്ച് 8-ന് തിരുവനന്തപുരം തൈക്കാട് വെച്ച് നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം അടുത്ത വാർത്താ ബുള്ളറ്റിനുമായി അപർണ കുറുപ്പ് എത്തും. നമസ്കാരം.